ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇനി മുസ്ലിങ്ങൾക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യ ഭാര്യയുടെ അനുമതി വേണം, അതില്ലാതെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള ചുവടുവയ്പ്പിൻ്റെ ആദ്യഘട്ടം അല്ലേ എന്ന് പറയാൻ പറ്റില്ല. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് ഒരുപാട് തവണ സുപ്രീം കോടതി, ഹൈക്കോടതിയല്ല സുപ്രീം കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതികൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ജോൺ വള്ളമറ്റത്തിൻ്റെ കേസിൽ, സരള മുഗ്ദൽ കേസിലൊക്കെ ഇന്ത്യക്ക് യൂണിഫോം സിവിൽ കോഡ് ആവശ്യമാണെന്ന് ആവർത്തിച്ച് പറയും. എന്തുകൊണ്ട് കേന്ദ്രം അത് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായൊരു കേസാണ്. കേരളത്തിലെ കേസാണ്. കേരളത്തിലെ കേസ് എനിക്കിപ്പോൾ തോന്നുന്നത് പിണറായി വിജയൻ മിക്കവാറും മുസ്ലിങ്ങൾക്ക് ഒന്നിലേറെ കെട്ടാനുള്ള അവകാശം സംരക്ഷിച്ച് കിട്ടാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല. കാരണം തിരഞ്ഞെടുപ്പൊക്കെ വരുമല്ലേ. അസംബ്ലി ഉടനെ വിളിച്ചു കൂട്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാം. പണ്ട് ഷാബാനു കേസ് ഞാൻ ഓർക്കുകയാണ്. ഷാബാനു കേസിൻ്റെ കാര്യം വിശദമായിട്ട് പറയാം. പണ്ട് ഈ ഷാബാനു കേസിലെ വിധി വന്നപ്പോൾ EMS മറ്റോ ഷാബാനുവിന് ഈ ശരീഅത്ത് നിയമത്തിനെതിരെ, അതായത് ഒന്നിലേറെ 4 കല്യാണം കഴിക്കാം മുസ്ലിങ്ങൾക്ക്, 4 കല്യാണം കഴിക്കാനുള്ള ഈ നടപടി ശരിയല്ല എന്ന് EMS പുതുരിപ്പാട് പറഞ്ഞപ്പോൾ 2 കെട്ടും 4 കെട്ടും EMSൻ്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞ് ഇവിടെ പ്രകടനം നടന്നിട്ടുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും, പഴയ ആളുകൾക്കൊക്കെ അറിയാം. EMSൻ്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞാണ് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, അന്ന് ഈ SDPI ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രകടനം നടത്തിയത്. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയിൽ വളരെ രസകരമായൊരു കേസ് വന്നു. കേസെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ്റെ മുമ്പാകെയാണ് ഹർജി വന്നത്. അപ്പോൾ ഹർജി വന്നപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് അദ്ദേഹം നേരെ മുഹമ്മദ് ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രണ്ടാമത് കല്യാണം കഴിക്കാൻ പുള്ളിയുടെ മതം അനുവദിക്കുന്നുണ്ട്, 4 പേരെ കെട്ടാമല്ലോ. അദ്ദേഹം നേരെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ ചെന്നിട്ട് പുതിയ ഭാര്യയുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പുറത്തു പോകാൻ പാസ്പോർട്ടോ ഭാര്യയുടെ പേരൊക്കെ ചിലപ്പോൾ ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെ കൂടെ ചേർക്കുകയൊക്കെ വേണമായിരിക്കാം. എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാസ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ പേരൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലിനെ പോലെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, രണ്ടാമത് കല്യാണമൊക്കെ കഴിക്കാം കുഴപ്പമില്ല, പക്ഷേ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം. ആദ്യ ഭാര്യ വന്ന് എനിക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞാലേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനൊരു നിയമം കേരളത്തിലുണ്ട്. അതായത് വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യ ഭാര്യയുടെ കൺസെൻറ്റ് വേണം എന്ന തരത്തിലൊരു നിയമം കേരളത്തിലുണ്ട്. കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് റൂൾസ് പ്രകാരം ആദ്യ ഭാര്യയുടെ അറിവില്ലാതെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ആദ്യ ഭാര്യയ്ക്ക് തർക്കമുണ്ടെങ്കിൽ രണ്ടാം ഭാര്യയുടെ പേരിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4 കെട്ടാം എന്നുള്ളത് മതപരമായ അവകാശമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് മുഹമ്മദ് ഷെരീഫ് ഹൈക്കോടതി പറഞ്ഞു, ഞാൻ ഇന്ത്യൻ പൗരനൊക്കെയാണ്, അതായത് മുസ്ലിം നിയമങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ നിയമം പിന്തുടരുന്ന മുസ്ലിമാണെന്നല്ല പറഞ്ഞത്, മുസ്ലിം നിയമങ്ങൾ പിന്തുടരുന്ന ഇന്ത്യൻ പൗരനാണ്. അതുകൊണ്ട് എൻ്റെ മതം 4 കെട്ടാൻ സമ്മതിച്ചിട്ടുണ്ട്. 4 കെട്ടാൻ സമ്മതിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ കെട്ടിയുള്ളൂ, ഇനി 2 കൂടെ കെട്ടാം, 4 സർട്ടിഫിക്കറ്റും തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി തരേണ്ടതാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ കോടതി പറഞ്ഞു, അങ്ങനെ വ്യവസ്ഥയില്ല. നമ്മുടെ രാജ്യത്ത് നിങ്ങളുടെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡൊക്കെ ഇത് സംബന്ധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ മുസ്ലിം പേഴ്സണൽ ലോയുടെ കയ്യിരിക്കട്ടെ, പക്ഷേ ആദ്യ ഭാര്യ അറിയാതെ 2ാം കെട്ട് പറ്റത്തില്ല. അങ്ങനൊരു കൺസെപ്റ്റ് ഖുറാൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഖുറാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഏതായാലും നിയമദൃഷ്ട്യാ ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കെ, മാത്രമല്ല കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് റൂൾസ്, കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള ചട്ടപ്രകാരം ആദ്യ ഭാര്യയുടെ അനുവാദം വേണമെന്നിരിക്കെ ഞാൻ മുസ്ലിം ലോ പിന്തുടരുന്ന ആണ്, അതുകൊണ്ട് ഇന്ത്യയിലെയും കേരളത്തിലെയും നിയമമൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു ഭരണഘടനയാണ് പ്രധാനം, അല്ലാതെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡൊന്നും അല്ല. എന്നുവെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇസ്ലാമിക നിയമമൊന്നും ആയിട്ടില്ല, ഇവിടെ ശരിയ അല്ല, ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, ഭരണഘടനയാണ് സുപ്രീം എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു, മതത്തിന് ഭരണഘടനയായിട്ട് നോക്കുമ്പോൾ ഒരു സ്ഥാനവുമില്ല. 1ാം സ്ഥാനം എപ്പോഴും
ഭരണഘടനാ വ്യവസ്ഥകൾക്കാണ്. നിങ്ങളുടെ മത നിയമത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നും ആയിട്ടില്ല എന്നാണ് കോടതി ഉദ്ദേശിച്ചതെന്ന് എൻ്റെ വ്യാഖ്യാനം. അത് മറ്റൊന്നുകൂടെ പറഞ്ഞു, ഈ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ മതത്തിൽ 4 കെട്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ സൗകര്യത്തിനാണ് കിട്ടുന്നത്, ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിലെ 99% സ്ത്രീകളും തൻ്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയെ കൂടെ സ്വീകരിക്കുന്നതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അവർ ഭയന്നോ മതശാസനം ഭയന്നോ അല്ലെങ്കിൽ പീഡനങ്ങൾ പേടിച്ചോ ഒക്കെ സമ്മതിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ മുസ്ലിം സമുദായത്തിലെ 99% സ്ത്രീകൾക്കും മറ്റൊരു ഭാര്യ ഭർത്താവിനുണ്ടാവുന്ന ഇഷ്ടമല്ല. അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. പറയുന്നില്ല എന്നതുകൊണ്ട് അവരുടെ മനസ്സ് കാണാതിരിക്കാൻ, അവരുടെ വികാരങ്ങൾ മാനിക്കാതിരിക്കാൻ കോടതിക്ക് കഴിയില്ല, സമൂഹത്തിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് എടുത്ത നടപടി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു തർക്കമൊക്കെ ഉണ്ട് എങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഭാര്യയെ മൊഴി ചൊല്ലിയിട്ടുമില്ല. മൊഴി ചൊല്ലാത്ത ഭാര്യ ഉള്ളപ്പോൾ നിങ്ങൾ വേറൊരു പെണ്ണിനെ കൂടെ കെട്ടി നിങ്ങളുടെ ആഗ്രഹം സാഫല്യത്തിന് വേണ്ടി ചെയ്യുന്നത്, ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കല്യാണം കൂടെ കഴിച്ചാൽ അവരറിയണം. മിനിമം ഇപ്പോൾ പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഭാര്യയ്ക്ക് നോട്ടീസ് കൊടുക്കണമെന്ന് കേരളത്തിലുള്ള നിയമമാണ്. അതല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കേസിന് പോ. ഹൈക്കോടതി വന്നിട്ട് പഞ്ചായത്തിനോട് കൊടുക്കാൻ പറഞ്ഞാലൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നിയമമല്ല. അപ്പോൾ നോക്കൂ, ഇത് എനിക്ക് തോന്നുന്നു നാളെ സമസ്ത ഇവർ ലീഗൊക്കെ ഒരു പക്ഷേ വടിവാളുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മതം പറഞ്ഞിട്ടുണ്ട്. ശരി, ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്. ഖുറാൻ അങ്ങനെയൊന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സാമൂഹ്യ നീതിക്ക്, ഒരു സമൂഹത്തിൻ്റെ സുജന മര്യാദയ്ക്ക്, സമൂഹത്തിൻ്റെ ഒരു ഡെക്കോറത്തിന് നിരക്കുന്നൊന്നുമല്ല. സ്ത്രീയുടെ അവകാശം കൂടെ മാനിക്കണം, അവളുടെ മനസ്സുകൂടെ മാനിക്കണം എന്നൊക്കെയാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യ ഭാര്യയ്ക്ക് നോട്ടീസ് കൊടുക്ക്. ആദ്യ ഭാര്യ വന്നിട്ട് തനിക്ക് തർക്കമില്ല എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ 4 കല്യാണം കഴിക്കാൻ മുസ്ലിമിന് പറ്റും, ഹിന്ദുവിന് പറ്റില്ല. പോളിഗാമി അനുവദനീയമല്ല. അപ്പോൾ അതുകൊണ്ട് 4 കല്യാണം കഴിക്കാൻ പറ്റുന്ന ആൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ കിട്ടാൻ വ്യവസ്ഥയില്ല. അതിനകത്ത് നോക്കുമ്പോൾ കല്യാണം കഴിക്കാൻ നിയമമുണ്ട്, അത് രജിസ്റ്റർ ആക്കാൻ നിയമമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുഴപ്പമുണ്ടെന്ന് വേണമെങ്കിൽ പിണറായി വിജയന് തോന്നാം. പിണറായി വിജയന് വേണേൽ വളരെ സമർത്ഥമായി അത് മാറ്റിയിട്ട്, കേരള സർക്കാരിൻ്റെ റൂൾസാണ്, അത് വേണേൽ മാറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അടിയന്തരമായി ഒരു ഓർഡിനൻസ് ഇറക്കുകയോ അല്ലെങ്കിൽ സഭയിലൊരു ബില്ല് കൊണ്ടുവന്നോ അത് ചെയ്താൽ മുസ്ലിം ആണുങ്ങൾക്ക് വലിയ സന്തോഷമാകും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, മുസ്ലിം ആണുങ്ങൾക്ക് സന്തോഷമാകുമ്പോൾ മുസ്ലിം പെണ്ണുങ്ങൾ നേരെ തിരിച്ച് ചിന്തിക്കും. കാരണം ഇഷ്ടം പോലെ കല്യാണം കഴിക്കാം. അതിനാകെ ഉണ്ടായിരുന്ന ഒരു തടസ്സം എന്ന് പറയുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള വ്യവസ്ഥയാണ്. അതുകൂടെ ഒന്ന് പിണറായി മാറ്റിക്കൊടുത്താൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ അവിടെ പോയി താമരയ്ക്ക് കുത്തും. അങ്ങനെ വന്നേക്കാം. പക്ഷേ ഇതേതായാലും പിന്നെ പിണറായിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് എതിർക്കത്തില്ല. മുസ്ലിം ആളുകൾക്ക് കോൺഗ്രസ്സിന് മിണ്ടാൻ പറ്റില്ല. കോൺഗ്രസ്സിന് മിണ്ടാൻ പറ്റില്ലാത്തതിന് കാരണം, ഒന്ന്, മുസ്ലിങ്ങൾ എതിരാകുമെന്ന് മാത്രമല്ല, രാജീവ് ഗാന്ധിയുടെ മാതൃകയുണ്ട്. ഷാബാനു കേസുണ്ട്. ഷാബാനു കേസ് അറിയാമോ? ഷാബാനു ഇൻഡോറിലുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. അവർ 1932 അവരുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കല്യാണം കഴിച്ചു. 43 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭാര്യയെ വേണ്ടെന്ന് തോന്നി. 5 മക്കളുമുണ്ട്. ഇയാൾ ഭാര്യയെ അങ്ങ് ഉപേക്ഷിച്ചു. ഷാബാനുവിന് ജീവിക്കാനൊന്നും നിവർത്തിയില്ല. ഷാബാനു അപ്പോൾ ക്രിമിനൽ നടപടിക്രമം CRPC 125 സെക്ഷൻ 125 അനുസരിച്ച് ജീവനാംശം കിട്ടാൻ കേസ് കൊടുത്തു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ഇദ്ദാക്കാലം ഒരു പീരീഡ് ഉണ്ട്. അതായത് കല്യാണം കഴിച്ചെന്തോ 3 മാസമോ മറ്റോ ആണ് ഇദ്ദാക്കാലം. ഇദ്ദാക്കാലം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉപേക്ഷിക്കപ്പെടുന്ന ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ഗർഭമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു പീരീഡാണ്. അപ്പോൾ ഇദ്ദാക്കാലം കഴിഞ്ഞാൽ ഇദ്ദാക്കാലത്ത് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണം. യുദ്ധകാലം കഴിഞ്ഞാൽ പിന്നെ ചിലവിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ബാധ്യതകളൊന്നുമില്ല, അതുകൊണ്ട് എനിക്കിനി ഉത്തരവാദിത്തം ഇല്ല എന്നാണ് മുസ്ലിം പുരുഷന്മാരെടുക്കുന്ന നിലപാട്. പക്ഷേ CRPC 125 പ്രകാരം ഭർത്താവ് ഉപേക്ഷിച്ചാൽ ആർക്കും ജീവനാംശം, മറ്റൊരു കല്യാണം കഴിക്കുന്നത് വരെ ജീവനാംശം ചിലവിന് കിട്ടാൻ അധികാരമുണ്ടെന്ന് CRPC 125 പറയുന്നുണ്ട്. അത് വച്ചിട്ടാണ് ഷാബാനു സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയാണ്, ചിലവിന് കൊടുക്കണം. യുദ്ധകാലത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറയാൻ പറ്റില്ല, അത് കഴിഞ്ഞും കൊടുക്കണം. വേറെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അതുവരെ സ്ത്രീക്ക് ചിലവിന് കൊടുക്കാൻ ക്രിമിനൽ നടപടിക്രമം CRPC 125 വകുപ്പ് അനുസരിച്ച് പുരുഷന് ബാധ്യതയുണ്ടെന്നുള്ള സുപ്രധാനമായ വിധി
സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. രാജീവ് ഗാന്ധിയെ കണ്ടിട്ട് മുസ്ലിം മതപണ്ഡിതന്മാർ, എല്ലാ ആണുങ്ങളാണല്ലോ, മുസ്ലിം മതപണ്ഡിതയെ കണ്ടിട്ടുണ്ടോ അവിടെങ്കിൽ? ഇല്ല. അപ്പോൾ മതപണ്ഡിതന്മാരെല്ലാം കൂടെ ഒത്തുകൂടി. കാരണം അവർക്ക് ഇഷ്ടം പോലെ കല്യാണം കഴിക്കാനും ഇഷ്ടം പോലെ ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം, അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലവിനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുരിശല്ലേ. അതുകൊണ്ട് ഇവരെല്ലാം കൂടെ രാജീവ് ഗാന്ധിയെ പോയി കണ്ടു. രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഒരു നിയമം കൊണ്ടുവന്നു. മുസ്ലിം സ്ത്രീകളുടെ അവകാശ സംരക്ഷണ നിയമമാണ്. എന്താണ് ഇതിന് പേരിട്ടിട്ട് ആ നിയമത്തിൻ്റെ റിസൾട്ട് എന്നറിയോ? യുദ്ധകാലം കഴിഞ്ഞാൽ പുരുഷൻ ചെലവിന് കൊടുക്കണ്ട. അങ്ങനെ വിവാഹമോചിതയാവുന്ന സ്ത്രീയെ സംരക്ഷിക്കേണ്ട ബാധ്യത സ്ത്രീയുടെ വീട്ടുകാർക്കാണ്. അല്ലെങ്കിൽ വീട്ടുകാരും ഇല്ലെങ്കിൽ വഖഫ് ബോർഡ് ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമം. അപ്പം മുസ്ലിം ആണുങ്ങൾക്കൊക്കെ പെരുത്ത് സന്തോഷമായി. അവർക്ക് 4 കെട്ടാം, മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ചെലവിനും കൊടുക്കണ്ട. അങ്ങനെ വന്ന് വളരെ അനുകൂലമായ ഒരു മുസ്ലിം അപ്പീസ്മെൻറ്റ് പ്രീണനം രാജീവ് ഗാന്ധി നടത്തി. സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ മാറ്റം ആരംഭിക്കുന്നതോടുകൂടിയാണ്. അതോടുകൂടിയാണ് അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങൾ എന്ന നിലയ്ക്കുണ്ടായ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് 2 സീറ്റുണ്ടായിരുന്ന BJP ഇന്ത്യ ഭരിക്കുന്ന ഘട്ടത്തിലേക്ക് വളർന്നത് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. തെറ്റൊന്നുമല്ല. നമ്മൾ അതിനുശേഷമുള്ള നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ക്രോണോളജിക്കലി അനലൈസ് ചെയ്താൽ രാജീവ് ഗാന്ധി കാണിച്ച മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനെടുത്ത, സുപ്രീം കോടതി വിധി വരെ റദ്ദാക്കാനെടുത്ത ഒരു തെറ്റായ നടപടിയാണ് ഈ രാജ്യത്തെ ഒന്ന് മുസ്ലിം ശക്തികളെ വളർത്തി, ഒപ്പം BJPയെ വളർത്തി. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മാതൃക വേണം പിണറായിക്ക് സ്വീകരിക്കാം. കാരണം അത് 4 കല്യാണം കഴിക്കാൻ അവകാശമുണ്ട്, എന്നാൽ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാടേ, വിളിക്കടേ തദ്ദേശ സ്വയംഭരണ മന്ത്രി രാജേഷിനെ വിളിക്കടേ, മാറ്റടേ നിയമം എന്നൊക്കെ എന്ന് പിണറായിക്ക് പറയാം. പിണറായിക്ക് പറഞ്ഞാൽ മിക്കവാറും ഉറപ്പായിട്ടും സമസ്തയും ലീഗും SDPയും ഒക്കെ പിണറായിയെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ മുസ്ലിം പെണ്ണുങ്ങൾ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല. ഏതായാലും വേറെ കാര്യമുണ്ട്. മുസ്ലിം നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് രാജ്യത്തെ നിയമത്തെക്കാൾ വലുത്, ഭരണഘടനയേക്കാൾ വലുത് ഞങ്ങളുടെ മതനിയമങ്ങളാണ് എന്ന് ശഠിക്കുന്ന ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ്. അവർക്ക് ഒരു കനത്ത പ്രഹരം കൊടുത്തിട്ട് ഇസ്ലാമിക നിയമം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, ഇന്ത്യ ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്, ഇവിടെ ഭരണഘടന അനുസൃതമായി മാത്രമേ കാര്യങ്ങൾ നടത്താൻ കഴിയൂവെന്ന് കേരള ഹൈക്കോടതിയിലെ നീതിമാനായ നിർഭയനായ ഒരു ജഡ്ജ് വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വലിയ വാർത്തയായിട്ടുമില്ല.